കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ പറയാൻ അക്ഷയ ദാമോദരൻ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. അക്ഷയ, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആര് സ്വർണ്ണ കപ്പ് എടുക്കുമെന്ന് അറിയാനുള്ള ഒരു ഉത്സാഹത്തിലൊക്കെ ആയിരുന്നു എല്ലാവരും. എന്തായാലും ഒരു ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൃശ്ശൂർ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് അല്ലേ? ചുറ്റുവട്ടം തൃശ്ശൂരുകാരുണ്ടോ? ചുറ്റുവട്ടത്ത് തൃശ്ശൂരല്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കരുത്തുറ്റ പോരാട്ടമായിരുന്നു, തേരോട്ടമായിരുന്നു ആദ്യ 4 ദിവസവും കണ്ണൂരിന്റെ. പക്ഷേ ആ കരുത്തുറ്റ പോരാട്ടം, ആരോഗ്യകരമായ പോരാട്ടം ഒരു 1/4 നൂറ്റാണ്ടിനിപ്പുറത്തേക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു ചരിത്ര നേട്ടം സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പ് സ്വന്തമാക്കി തൃശ്ശൂർ ജേതാക്കളായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത. തൊട്ടു പിന്നാലെ ഒരൊറ്റ പോയിന്റിന് തൃശ്ശൂർ ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. സ്വർണ്ണക്കപ്പ് തൃശ്ശൂരിന്റെ കുട്ടികൾ നേടിയിരിക്കുകയാണ്. 1008 പോയിന്റുമായി ആണ് ആ കിരീട നേട്ടം. ഒരൊറ്റ പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ തൊട്ടടുത്ത ജില്ലയായ പാലക്കാട് 1007 പോയിന്റുമായി 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മത്സരം. പറയത്തക്ക മറ്റ് പ്രശ്നങ്ങളോ വലിയ തർക്കങ്ങളോ അപ്പീലുകളൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. പക്ഷേ ഒരു വിവാദ സംഭവങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപൂർവ്വം ആഘോഷപൂർവ്വം നടന്ന ഒരു കലോത്സവം എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അങ്ങനെ തിടമ്പേറ്റി നിൽക്കുകയാണ് തൃശ്ശൂരിന്റെ കൗമാര പ്രതിഭകൾ. 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ് 1008 പോയിന്റുകളോടെ. തൊട്ട് അടുത്ത് തന്നെ 2ാം സ്ഥാനത്ത് പാലക്കാട് 1007 പോയിന്റും. 3ാം സ്ഥാനം കണ്ണൂരിനാണ് 1003 പോയിന്റുകൾ. 2 ദിവസങ്ങൾ കണ്ണൂർ ജില്ലയായിരുന്നു ഒന്നാമത് നിന്നത്. പക്ഷേ അവസാന നിമിഷം അവരുടെ കയ്യിൽ നിന്ന് പോയി. 4ാം സ്ഥാനത്ത് കോഴിക്കോടാണ്. 1000 പോയിന്റുകളാണ് കോഴിക്കോട് കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെ സ്വർണ്ണ കപ്പ് തൃശ്ശൂർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അക്ഷയ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പറയാം, സമാപന സമ്മേളനം ഇപ്പോൾ തുടങ്ങും. സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ ആഘോഷപൂർവ്വം പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് 10 ഇനങ്ങളായിരുന്നു മത്സരത്തിലുണ്ടായിരുന്നത്. അവസാന മത്സരവും പൂർത്തിയായതോടുകൂടിയാണ് ഒരൊറ്റ പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ തൃശ്ശൂർ സ്വർണ്ണക്കപ്പിലേക്ക് കുതിച്ചെത്തിയത്. 1 പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാട് 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ആദ്യ 2-3 ദിവസങ്ങളിലും ഇഞ്ചോടിഞ്ച് അല്ലെങ്കിൽ പലപ്പോഴും 1ാം സ്ഥാനത്ത് നിന്നിരുന്ന കണ്ണൂരിന് പക്ഷേ അവരുടെ ആ പ്രകടനം നിലനിർത്താൻ കഴിഞ്ഞില്ല. അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 4ാം സ്ഥാനത്താണ് കോഴിക്കോട് ജില്ലയുള്ളത്. ഏറ്റവും ആവേശകരമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ കലോത്സവം പൂർത്തിയാകുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇന്നലെ രാത്രി ഏകദേശം 10:45-11 മണിയോട് അടുപ്പിച്ചാണ് ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം പൂർത്തിയായത്. ടാഗോർ തിയേറ്ററിലായിരുന്നു. നിറഞ്ഞ സദസ്സായിരുന്നു. അവസാന നാടകം എന്നത് 10D റാപ്പേഴ്സ് എന്ന നാടകം. അത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റാർ ഓഫ് ദ ഡേ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടി. അതിഗംഭീരം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ആ നാടകത്തിൽ ഒരു അവസാനം കുറിക്കുന്ന നാടകം ഇത്ര ഗംഭീരമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയില്ല. കുട്ടികൾ ഒന്നിനൊന്നും മെച്ചം. ആൺകുട്ടിയേത് പെൺകുട്ടിയേത് നമുക്ക് അവരുടെ പ്രകടനം കൊണ്ട് തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ ഇപ്പം അവർ തന്നെ പറഞ്ഞു, ജഡ്ജസ് വരെ വിചാരിച്ചത് ആ മോനാണ് എന്നാണ് വിചാരിച്ചത്. പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞത്. എന്തായാലും അതിമനോഹരമായി അവതരിപ്പിച്ച് ഓരോ നാടകം ഒന്നിനൊന്നും മെച്ചം തന്നെ. നമുക്ക് ഒരു നാടകത്തെയില്ലേ കുറച്ച് കാണാൻ കഴിയില്ല. ഒരു നാടകം ഉയരത്തിൽ എല്ലാം ഒരുപോലെ കുട്ടികളുടെ പ്രകടനം, എനർജി ലെവൽ അതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മുടെ ഈ കൗമാര കലോത്സവം ലോകത്തിന് മാതൃകയാകുന്നത് നമ്മുടെ ഈ പ്രതിഭകളുടെ ഊർജ്ജസ്വലമായ ഈ പ്രകടനങ്ങൾ കൊണ്ടാണ്. തീർച്ചയായും അങ്ങനെ 15,000-ഓളം പ്രതിഭകൾ നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തി അവരവരുടെ കലാപ്രകടനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചു. ഇപ്പോൾ എന്തായാലും കപ്പ് ഉയർത്തിയിരിക്കുന്നത് തൃശ്ശൂരാണ്. പക്ഷെ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് പാലക്കാടും തൊട്ടു പിറകിലുള്ളത്. കണ്ണൂർ കപ്പ് ഉയർത്തുമെന്നൊരു പ്രതീക്ഷയും ഇതൊക്കെ പങ്കുവെച്ചിരുന്നു. പക്ഷെ കണ്ണൂർ 3ാം സ്ഥാനത്തായി. 4ാം സ്ഥാനത്ത് കോഴിക്കോടും എത്തിയിട്ടുണ്ട്. എന്തായാലും സമാപന സമ്മേളനം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. അവിടേക്ക് എത്തുന്നത് 2 താരങ്ങളെ കൂടി കാത്തിരിക്കുകയാണ് അനന്തപുരി. ടൊവിനോയും വലിയ സന്തോഷകരമായ കാര്യമാണ്. ടൊവിനോയുടെ ഐഡന്റിറ്റി എന്ന സിനിമ കഴിഞ്ഞ ദിവസങ്ങളാണ് തിയേറ്ററുകളിൽ എത്തിയത്. ആസിഫിലിയുടെ രേഖാചിത്രം വരും ദിവസം തിയേറ്ററുകളിൽ എത്താനിരിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഒരു സിനിമാ താരത്തെ കാണുന്ന കൗതുകവും സന്തോഷവും ഒക്കെ തീർച്ചയായും ഇതിനോടൊപ്പം ഉണ്ട്. അതിലൊക്കെ ഉപരി തീർച്ചയായും തൃശ്ശൂർ ജില്ലക്കാരുടെ ഒരു വലിയ ആഘോഷം ഇന്ന് കാണണം. ഒപ്പം സ്കൂളുകളിൽ എനിക്കൊന്ന് BSS ഗുരുകുലമാണെന്ന് തോന്നുന്നു അല്ലേ 1ാം സ്ഥാനത്തേക്ക് നമുക്കൊന്നൊരു ചെക്ക് ചെയ്യാം. അങ്ങനെ കുട്ടികളെല്ലാം ശരി. TS ഹരികൃഷ്ണനുണ്ട്. ഹരി, ഇനി ആ സമാപന സമ്മേളനം കാത്തിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കപ്പ് അവർ ഏറ്റുവാങ്ങുന്ന ആ നിമിഷമാണ്. ബാക്കിയെല്ലാം അപ്രസക്തമായി പോകുന്ന ആ നിമിഷമാണ് കപ്പ് ഏറ്റുവാങ്ങൽ. നമുക്കറിയാം, കാലങ്ങളായി കപ്പ് വാങ്ങുന്നതിന് വലിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കപ്പിനെ പകത്തു വെച്ച് പോകുന്ന സാഹചര്യമൊക്കെ പലപ്പോഴും മാധ്യമ തള്ളലിലുണ്ടായിട്ടുണ്ട്. അതിൽ അത്തരം സംഭവങ്ങളൊന്നും ആവർത്തിക്കപ്പെടില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതിഥികൾ എത്തിത്തുടങ്ങിയോ?
ദിവിഷ് പറഞ്ഞതുപോലുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമാപന സമ്മേളനത്തിന് കടക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിഥികൾ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നടൻ ടൊവിനോ തോമസ്, ഒപ്പം തന്നെ ആസിഫ് അലി, ഈ രണ്ടുപേരാണ് നമ്മുടെ മുഖ്യ അതിഥികൾ. തൃശ്ശൂര് കപ്പെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ കപ്പ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഔദ്യോഗികമായുള്ള ആ സമാപന സമ്മേളനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ 5 ദിവസം, ഇത് 5ാമത്തെ ദിവസമാണ് കലോത്സവ നഗരിയിൽ ഈ ആവേശകരമായ പോരാട്ടത്തിൽ. ഈ അവസാന ദിവസമാണ് തൃശ്ശൂരിൻ്റെ ഒരു കുതിപ്പ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ 4 ദിവസവും നമ്മൾ ലൈവൊക്കെ നിൽക്കുമ്പോൾ പോയിന്റ് ടേബിളൊക്കെ നോക്കുമ്പോൾ കണ്ണൂർ ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്നു, പാലക്കാട്, കോഴിക്കോടൊക്കെ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ആ അവസാന നിമിഷം, അതായത് ഇന്നത്തെ ദിവസത്തിൽ ഒരു വലിയൊരു എന്താ പറയുക, ഇവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് തൃശ്ശൂർ മുന്നിലേക്ക് കയറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കപ്പടിക്കുമെന്ന് തോന്നിച്ച കണ്ണൂര് 3ാം സ്ഥാനത്തേക്ക് മാറുകയും പാലക്കാട് 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ കുറച്ച് അതിഥികൾ കൂടെയുണ്ട്. മക്കളെ, നിങ്ങളൊക്കെ ഏത് സ്കൂളിൽ നിന്നാണ് വന്നേക്കണേ? കൊല്ലം ജില്ല. കൊല്ലം ജില്ല. നിങ്ങളൊക്കെ ഏതായിരുന്നു മത്സരം? കഥാപ്രസംഗം. ഓനോ? എല്ലാവരും കഥ എ ഗ്രേഡ് കിട്ടിയോ? എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നിങ്ങളെ ജില്ലയെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞേ. നല്ല, ഞങ്ങൾ അപ്പീൽ മേടിച്ചാണ് വന്നത്. എന്നിട്ട് മറ്റു ടീമിനെക്കാളും പോയിന്റ് മേടിച്ചു. മാത്രമല്ല, മൊത്തം കഥാപ്രസംഗ മത്സരത്തിൽ ഞങ്ങൾ മാത്രമുള്ളായിരുന്നു, മൊത്തം ബോയ്സ് ആയിട്ടുള്ള ടീം. എല്ലാ ടീമിലും ഓരോ ഗേൾസ് വീതം ഉണ്ടായിരുന്നു. അതായത് ഒരു ആൺകുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു കഥാപ്രസംഗം നടത്തിയെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ തൃശ്ശൂരാണ് കപ്പടിച്ചിരിക്കുന്നത്. അറിഞ്ഞോ? സ്വർണ്ണ കപ്പ് അറിഞ്ഞല്ലോ. ഓക്കെ. പിന്നെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് കൊല്ലത്തുനിന്ന് വന്ന കഥാപ്രസംഗമാണ് അവരുടെ ഐറ്റം. നിർഭാഗ്യവശാൽ പറയട്ടെ, അവര് എന്താ പറയാ, കൊല്ലത്തുനിന്ന് വന്നതാണെങ്കിലും അവർ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ കഥാപ്രസംഗം നടത്തുമ്പോൾ ആൺകുട്ടികൾ മാത്രമായിരുന്നു അവരുടെ ടീമിലുണ്ടായിരുന്ന, പെൺകുട്ടികളില്ലാത്തത് നിങ്ങൾ സങ്കടമായിട്ട് പറഞ്ഞതാണോ? അല്ലല്ലോ, അവരങ്ങനെയല്ല പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു. ഇനിയിപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ കടക്കാനുള്ള സമയമാണ്. സമാപന സമ്മേളനത്തിന് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അവിടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു മെയിൻ ക്യാമറ അവിടെ ഉണ്ട്. അതിൽ നമുക്ക് സമാപന സമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ, ആ സ്റ്റേജിൽ ആ സ്വർണ്ണക്കപ്പ മുന്നിലിരിപ്പുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയത്തിനകം അവിടെ എത്തുകയും ചെയ്യും. ഇത് കൂടാതെ നമ്മുടെ മുഖ്യ അതിഥികളായ 2 പേർ, ആസിഫ് അലിയും ടൊവിനോ തോമസും ഉടനെ എത്തുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനുള്ളിൽ സമാപന സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും.